ഹായ് ഫ്രണ്ട്സ്, വിഴിഞ്ഞത്ത് കണ്ടെയ്നർ വന്നത് അറിഞ്ഞ ശേഷം രാവിലെ 8:50 തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി. അത് തീർന്നപ്പോഴത്തേക്ക് ഏകദേശം 11 മണിയായി. ഏകദേശം 1.5 മണിക്കൂറോളം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു 5 മിനിറ്റായി ചുരുക്കിയത്. വോയിസ് ഓവർ ഒന്നും തന്നെ അധികം ചേർക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിൽ കൂടുതലും വിഷ്വൽസ് മാത്രമേ ഉള്ളൂ. എങ്കിലും പ്രധാനമായി 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. വന്നു ചേർന്ന കണ്ടെയ്നറിനകത്ത് അപകടകരമായിട്ട് തന്നെ ഒന്നും തന്നെ ഇതിനകത്തില്ല. അതുകൂടാതെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഇവിടുത്തെ കണ്ടെയ്നറും അതിലുള്ള വസ്തു എടുത്തു മാറ്റാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം രാത്രി സമയങ്ങളിൽ അവർ പണിക്ക് പോകുമ്പോൾ ആ കണ്ടെയ്നറും അതിലുള്ള വസ്തുക്കളും അത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറുമെന്നുള്ള ഉദ്ദേശത്തിലാണ് അതെടുത്ത് മാറ്റാൻ അവർ പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ഇവിടെ ഒത്തിരി പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എത്രയും വേഗം തന്നെ ഇതെടുത്ത് മാറ്റി കൊടുക്കാമെന്നും അവർ വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഈ കാണുന്ന അവിടെയാണ് ഈ ന്യൂസുകാരും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്ന ഈ ഭാഗത്താണ് കേട്ടോ. നമ്മളിവിടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് 2 പേര് വെള്ളത്തിൽ കിടപ്പുണ്ട്. മഴയത്ത് ഒലിച്ചു വന്ന ചവറുകളാണ് ഈ കാണുന്നത്. രണ്ടുപേരിൽ ഒരാൾ കരകയറിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അവിടെ ഒരു വള്ളം അറിയേണ്ടതായിരുന്നു. നല്ല തിരയും നല്ല കാറ്റും ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ അവർ ഉടൻ തന്നെ അവർ കെട്ടി വലിക്കുന്നത്. ട്രാക്ടറെ കെട്ടി വലിക്കാനും അതുപോലെ കടലിലോട്ട് തള്ളിവിടാനും സഹായിക്കുന്നതാണ് ഈ ട്രാക്ടർ. അവർ കയറിട്ട് കൊടുത്തോട് വെള്ളത്തിൽ കെട്ടി വലിച്ചേക്കുന്നുണ്ട്. ഇവർ 2 പേരും പറയുന്നുണ്ട്. നമ്മുടെ കണ്ടെയ്നർ ഏകദേശം കയറി കഴിഞ്ഞു. എന്താണ് ഒരു സൈഡ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഡോറിൻ്റെ ഭാഗത്ത് വൈറ്റ് കളറിൽ എന്തോ പാക്കറ്റ് കാണിക്കുന്നുണ്ട്. പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോ മെറ്റീരിയൽസ് ആയിരിക്കും. എന്താ ഫാക്ടറിയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി അതായിരിക്കാം മിക്കവാറും. അങ്ങനെ എടുക്കാൻ പാടില്ലേ? അങ്ങനെ എടുത്ത ഗ്യാസാവും. ഈ ഒരു കണ്ടെയ്നറിൽ മാത്രം തന്നെ 10 ലക്ഷം രൂപ വരും. ഗവൺമെന്റ് കൊണ്ടൊരു ആദായം കിട്ടും. മേഡ് ഇൻ UAE ആണ് കേട്ടോ. ഇത്രയും വേഗം തന്നെ ഈ കണ്ടെയ്നറും അതിൽ നിന്ന് പുറത്തു വരുന്ന വസ്തുക്കൾ എടുത്ത് മാറ്റണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. കാരണം പണിക്ക് പോകുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ടാണ് എത്രയും വേഗം എടുത്ത് മാറ്റാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഇതിലൊരു പ്രത്യേകത ഉണ്ടാവും. നമുക്ക് വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് കയറ്റി വിട്ട കണ്ടെയ്നറുകൾ തിരിച്ച് വിഴിഞ്ഞത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്.